ഹായ്, ഐ എം ഫാദർ ഏബ്രഹാം മുളമ്പൂട്ടിൽ. ഞാനിന്നൊരു പുതിയ കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നമുക്കറിയാം, എനർജിയാണ് ഈ ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രജൻ എനർജി. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഹൈഡ്രജൻ എനർജി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വെള്ളത്തിൽ നിന്നാണ് ഹൈഡ്രജൻ ഏറ്റവും സുലഭമായിട്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീൻ ഹൈഡ്രജൻ. വെള്ളം രണ്ടായിട്ട് മുറിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നതായ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ ഈ പ്രോസസ്സിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ അതിനുള്ളതായ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൈഡ്രജൻ എനർജി എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്യൂച്ചർ എനർജി വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കേണ്ടതെന്നുള്ളതാണ് നമ്മളതിനകത്ത് കാണുന്നത്. ഹൈഡ്രജൻ എനർജി അതിനായിട്ട് ഒരു കിറ്റ്, ട്രെയിനിങ് കിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷം ഈ ഹൗസ് തന്നെ ഹൈഡ്രജൻ പവേർഡ് ഹൗസായിട്ട് ഫസ്റ്റ് ഇൻ കേരളയിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കിറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ വന്ന് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യും. ഡോക്ടർ തോമസ്, അതുപോലെ തന്നെ ടാനിയ, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയുക, ഓരോന്നിനെക്കുറിച്ചും. ഇത് നമ്മുടെ ഒരു ഹൈഡ്രജൻ പൈലറ്റ് യൂണിറ്റ് ആണ്. ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഇലക്ട്രോലൈസർ ഉണ്ട്. പിന്നെ ഇലക്ട്രോലൈസിസ് പ്രോസസ്സ് കഴിഞ്ഞ് ഹൈഡ്രജൻ ജനറേറ്റ് ആയിട്ട് ഫ്യൂവൽ സെല്ലിൽ പോയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആകുന്നുണ്ട്. 5 വോൾട്ടായിട്ടാണ് ജനറേറ്റ് ആകുന്നത്. 5 വോൾട്ട് സ്റ്റെപ്പ് ആയിട്ട് 24 വോൾട്ട് ആകുന്നുണ്ട്. 24 വോൾട്ടിൽ നിന്ന് ഇൻവേർട്ടായിട്ട് AC വോൾട്ടേജ് ആകുന്നു. ദ ഹോൾ സിസ്റ്റം ഒരു ഇലക്ട്രിക്കലി ഇത് വാട്ടറിനെ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഈ ഫ്യൂവൽ സെല്ലിന് ഫീഡ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളിത് പറഞ്ഞ ഇലക്ട്രോളിസിസിൻ്റെ ഭാഗത്തിലൂടെ ഒരു ഫ്യൂവൽ സെല്ലാണ് ഇത് ഏറ്റവും ഹാർട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ആണെന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രോലൈസർ, പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ സെൽ. സോ ഇലക്ട്രോലൈസറിൻ്റെ അത് ഒരു ആൽക്കലൈൻ ഇലക്ട്രോലൈസറാണ്. ഇതിൻ്റെ അകത്ത് കാഥോഡുണ്ട്, ആനോഡുണ്ട്. നമ്മൾ ആൽക്കലൈൻ വാട്ടർ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തൊരു ടാങ്ക് ഉണ്ട്. അതിനകത്ത് ഫില്ല് ചെയ്യുമ്പോഴത്തേനും കാഥോഡിൽ പോയിട്ട് വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രോക്സൈഡ് അയോൺസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ആ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ ഈ ട്യൂബിൽ കൂടെ കടത്തി വിട്ട് ഇതാണ് ഫ്യൂവൽ സെല്ലിൻ്റെ അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിൻ്റെ അകത്ത് ഈ ഫ്യൂവൽ സെല്ലിലും കാഥോഡ് ആൻഡ് ആനോഡുണ്ട്. ഈ സപ്ലൈ ചെയ്യുന്ന ഹൈഡ്രജൻ ഇവിടെ ആനോഡിൽ വന്നിട്ട് ആനോഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആ ഹൈഡ്രജനെ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആയിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ഇതൊരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിനാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂവൽ സെല്ലാണ്. അപ്പോൾ അത് പ്രോട്ടോണിനെ പാസ് ചെയ്യാൻ അനുവദിക്കും, ഇലക്ട്രോൺസിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ നമ്മൾ ഈ വയറിൽ കൂടെ കടത്തി വിടുമ്പോഴത്തേനാണ്, സർക്യൂട്ടിൽ കൂടെ കടത്തി വിടുമ്പോഴത്തേനാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഇലക്ട്രോലൈസർ ആൻഡ് ഫ്യൂവൽ സെൽ. ഇപ്പോൾ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഫുൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ലെറ്റ് us say ഇത് നമ്മളിപ്പം സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഹൈഡ്രജൻ ഇപ്പോൾ റെസിഡ്യൂവൽ ഹൈഡ്രജനാണ് ഉള്ളത്. അതും കൂടെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓഫ് എക്സ്റ്റിങ്ക്വിഷ് ആയി. ഈ ലൈറ്റ് ഇപ്പോൾ ഓഫ് ആയിരിക്കും. ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട്, ഹൈഡ്രജൻ ജനറേറ്റ് ആകാത്തതുകൊണ്ട്, ഫ്യൂവൽ സെല്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആകാത്തതുകൊണ്ട് ഈ ബൾബ് ഇപ്പോൾ ഓഫ് ആയിരിക്കുകയാണ്. സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്തു. ഇലക്ട്രോലൈസർ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഇലക്ട്രോലൈസറിൻ്റെ പ്രഷർ ബിൽഡപ്പ് ചെയ്യുവാണ്. ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫോർ എ മൊമെൻറ്റ് നമ്മളതിൻ്റെ പ്രഷർ ലിമിറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അത് വെയിറ്റ് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാൽവ് തുറന്ന ഉടനെ എഗെയിൻ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാണാം. വാൽവ് തുറന്ന ഉടനെ ഇപ്പോൾ എഗെയിൻ ഹൈഡ്രജൻ ഇതിനകത്തോട്ട് പോയിട്ട് ഫ്യൂവൽ സെല്ലിലോട്ട് പോയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ബൾബിനെ പവർ ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ദ ഹോൾ പ്രോസസ് പ്രാക്ടിക്കലി വിച്ച് ഈസ് ഹാപ്പനിങ്. ഇതിനകത്ത് ഇതൊരു ബേസ് മോഡലാണ്. ഇതിനകത്ത് നമുക്ക് പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ ഒക്കുന്നതാണ്, പല ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്യാൻ, പല റിസർച്ചും ചെയ്യാൻ ഒക്കുന്നതാണ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇത് ആപ്ലിക്കബിൾ ആണെന്ന് നോക്കേണ്ടത്. ഇതിൻ്റെ ഫ്യൂച്ചറായിട്ട് നമ്മൾ കാണുന്നത് ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ളതായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കോഴ്സ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഇപ്പോഴ് ഇത്
ഇത് മറ്റുള്ളവർക്ക്, അതുപോലെ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ടെക്നോളജിസ്റ്റുകളായിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു റിസർച്ചിനും അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങിനും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ഒരു സ്കില്ലിംഗ് യൂണിറ്റാണ് ഫസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ബിക്കോസ് നമ്മൾ ഈ ഇലക്ട്രോലൈസർ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സോളാർ പവറാണ്. സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഗ്രീൻ ഹൈഡ്രജൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ചോദിക്കും, ഈ ഹൈഡ്രജൻ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മെഷീൻസും ഇനിയും ഉണ്ടാക്കേണ്ട കാലഘട്ടമുണ്ട്. ഇപ്പം ഓയിൽ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ പ്രത്യേകിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇത് ആവശ്യമുള്ളതാണ്. ഹൈഡ്രജൻ പ്രത്യേകിച്ച് വാട്ടർ എല്ലായിടത്തും ഉണ്ട്, അവൈലബിൾ ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ സോളാർ ഉപയോഗിച്ച് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ ആക്കി തീർക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴിത് വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷേ സോളാർ എനർജി ഞാൻ ആദ്യം കേരളത്തിൽ തുടങ്ങിയ അവസരത്തിൽ അന്ന് ഞാൻ 30 കിലോവാട്ട് തുടങ്ങാൻ 1,25,000 രൂപയായിരുന്നു. ഇന്നിപ്പോൾ അത് 50,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപയ്ക്ക് വരെ ഫ്രീ ആയിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വില നമുക്ക് കുറഞ്ഞു വരുന്ന കാര്യമാണ്. അതാണ് ഫ്യൂച്ചറിൽ വരുന്ന ഒരു നന്മ. ഇതിൻ്റെ കോസ്റ്റ്ലി പാർട്ട് എന്ന് പറയുന്നത് ഈ ഫ്യുവൽ സെല്ലിൻ്റെ കോസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെയാണ് കോസ്റ്റ് ഇതിനെ ഇത്രയും കോസ്റ്റ്ലി ആക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ വില കുറയും. പ്രത്യേകിച്ച് അതുകൂടാതെ ഒരു കാര്യമുള്ളത്, ഗ്രീൻ ആക്കണമെന്ന് പറഞ്ഞ കാര്യം നമ്മളെ വേൾഡിൽ മുഴുവൻ CO2 കുറയ്ക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രീൻ ഹൈഡ്രജൻ ആക്കുന്നത്. ഇനി ഒട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ഈ ഫ്യൂവൽസിൽ മാത്രം മതി. നമുക്കിപ്പോൾ നമ്മൾ ഗ്യാസ് കൊണ്ടുവന്ന് നമ്മൾ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഹൈഡ്രജൻ പമ്പ് ഹൈഡ്രജൻ ടാങ്ക് കൊണ്ടുവരാൻ സാധിക്കും വീടുകളിൽ. അത് കൊണ്ടുവന്ന് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഗ്രീൻ ആയിട്ട് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും.